الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മളോട് ഏറെ കാരുണ്യവും സ്നേഹവുമുള്ള റബ്ബുൽ ഇസ്സത്തിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് വേണ്ടി സദാ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ സന്ദർഭങ്ങളിലും സ്വഹാബിമാരെ ഉപദേശിക്കാറുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, സലാസുൻ മുഹ്ലിഖാതുൻ, മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളാണ്. വസലാസുൻ മുൻജിയാതുൻ, മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ രക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. വസലാസുൻ കഫാറതുൻ, മൂന്ന് കാര്യങ്ങൾ മനുഷ്യൻ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമാണ്. വസലാസുൻ ദറജാത്ത്, മൂന്ന് കാര്യങ്ങൾ മനുഷ്യന്റെ പദവി നാളെ റബ്ബിന്റെ അടുക്കൽ ഉയർത്തപ്പെടുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ മൂന്ന് വിഷയങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, സലാസുൽ മുഹ്ലിഖാത്ത്, മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിച്ചു കളയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ, ഒരു വിഷയത്തിലൂടെ മനുഷ്യന്റെ നാശമുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ
മനുഷ്യരെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നാശമുള്ളതാണെന്ന് പഠിപ്പിക്കുമ്പോൾ ആ വിഷയം ഏതാണ് എന്നും എന്താണ് എന്നും അതിന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുവാനും അതുണ്ട് എങ്കിൽ ആ ചെയ്തികളോട് വിട പറയുവാനുമുള്ള ഒരു മനസ്സാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആദ്യമായി കൊണ്ടുണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അമ്മൽ മുഹ്ലിഖാതു വശഹുൻ മുത്വാ, മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന ഒന്നാമത്തെ കാര്യം എന്നുള്ളത് മനുഷ്യൻ വിധേയനായി പോകുന്ന പിശുക്ക് എന്നുള്ളതാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻക്ക് തീരെ പാടില്ലാത്ത കാര്യമാണ് പ്രിയപ്പെട്ടവരെ പിശുക്ക് എന്നുള്ളത്. പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ, ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹായിക്കുമ്പോൾ, പാവപ്പെട്ടവരെ കണ്ടറിയുമ്പോൾ, ഈ വിഷയങ്ങളിലെല്ലാം ഒരു മനസ്സാണ് വിശ്വാസിക്കുണ്ടാകേണ്ടത്. എന്നാൽ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഇത്തഖുൽ, നിങ്ങൾ അക്രമത്തെ നിങ്ങൾ സൂക്ഷിക്കണം. തീർച്ചയായും ആ അക്രമം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ അക്രമങ്ങളാണ്, അത്രയേറെ ഭീതിജനകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ പിശുക്കിനെയും നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് ആ പിശുക്കായിരുന്നു. ഹമലഹും അലാ അൻ സഫഖു ദിമാഅഹും വഅൻ ഇസ്തഹല്ലു മഹാരിമഹും, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനുണ്ടായ കാരണം എന്നുള്ളത് പിശുക്കാണ്. അതുകൊണ്ട് ആ പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിലൂടെ നമ്മൾ വിനിയോഗിക്കുന്നുണ്ടോ, നമ്മുടെ സമ്പത്തിനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ, പിശുക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളില്, അല്ലെങ്കിൽ കൊടുക്കുമ്പോ തന്നെ പ്രയാസം, കൊടുത്തു കഴിഞ്ഞ വേറെ പ്രയാസം. അത്ര കൊടുക്കേണ്ടിയിരുന്നോ, കൂടുതലായോ, അത്ര വേണ്ടിയിരുന്നില്ല. ഈ രൂപത്തിലുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ നാശമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സകാത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയ വിഷയമാണ് അല്ലേ? സകാത്ത് നിർബന്ധ ദാനമാണ്, അത് കൊടുക്കണം. എന്നാൽ ആ സകാത്ത് കൊടുക്കാതെ പിശുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകള്, ഇതൊന്നും ആരും അറിയണില്ലല്ലോ, എന്റെ വരുമാനം, എന്റെ സാമ്പത്തികമായി കൊണ്ടുള്ള ഭദ്രത അത് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ, അതുകൊണ്ട് അത്രത്തോളം ഒരു ശ്രദ്ധയൊന്നും ആ വിഷയത്തിൽ വേണ്ട എന്ന് കരുതി അതിനെ പിശുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആ സകാത്ത് കൊടുക്കാതെ അതിനെ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ആളുകൾ വിചാരിക്കേണ്ടതില്ല അതവൻക്ക് നന്മയാണെന്നവൻ കരുതേണ്ടതില്ല. ബൽ ഹുവ ശർറുൻ ലഹും, അതവൻക്ക് തിന്മയാണ്, അതവൻക്ക് മോശപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കൊടുക്കാതെ പിശുക്കി വെക്കുന്നത് ഒരിക്കലും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖലം എന്നൊരു അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തോട്ടക്കാരുടെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ അത്? ആ തോട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ട പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കായ്ക്കനികളും എല്ലാം കൊടുത്തു. സമൃദ്ധമായ നല്ല ഒരു തോട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പഴങ്ങളെ പറിച്ചെടുക്കുവാനുള്ള ഒരു സമയമാകുന്ന സന്ദർഭങ്ങളിലൂടെ അവരൊരു യോഗം ചേരുകയാണ്. എന്താണ് ആ യോഗത്തിലെ തീരുമാനങ്ങൾ, എന്താണ് അവരുടെ ചിന്തകൾ പ്രിയപ്പെട്ടവരെ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണെന്നറിയോ? നമുക്ക് നാളെ നേരം പുലരുന്നതിന്റെ മുമ്പേ ഈ പഴങ്ങളെ, ഈ ഫലവർഗ്ഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം? പറിച്ചെടുക്കണം.
കാരണം ഇവിടെ ദരിദ്രരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ നമ്മളത് കൊടുക്കേണ്ടി വരും അല്ലേ? നമ്മുടെ മനസ്സിലും ചില സന്ദർഭങ്ങളിൽ പറയപ്പെട്ടവരെ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ഊരി വെക്കുമ്പോൾ, നല്ല മധുരമുള്ള മാമ്പഴം നമ്മുടെ വീടിന്റെ മുൻപിലുണ്ടെങ്കിൽ അത് പാകമെത്തുമ്പോ നമുക്ക് തോന്നിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ലെവലേശം ഈ പറഞ്ഞ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് പറയുകയാണ്, ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന അസ്ഹാബൽ ജന്നതി ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ فطاف عليها طائف من ربك وهم نائمون. പ്രിയപ്പെട്ടവരെ, അവരുടെ യോഗത്തിൽ തീരുമാനം എന്തായിരുന്നു? ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കണമല്ലോ, ഇവിടെയുള്ള പ്രയാസപ്പെടുന്നവർക്ക് കൊടുക്കണമല്ലോ എന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷേ നേരം പുലരുന്നതിന്റെ മുമ്പ് അവർ പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവരതാ കിടന്നുറങ്ങുവാൻ തീരുമാനിച്ച സന്ദർഭങ്ങളിലൂടെ അല്ലാഹുവിന്റെ ശിക്ഷ അതാ ആ തോട്ടത്തിലേക്ക് ഇറങ്ങി വരികയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആ കാര്യം അവർ ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവരെ. ആ കാര്യം ചെയ്യുവാനുള്ള ഒരു തീരുമാനമേ അവരെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ ചെയ്യാ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നുള്ളൂ. പക്ഷേ ചവച്ചരച്ച വൈക്കോൽ ചണ്ടി പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തോട്ടത്തെ മാറ്റിക്കളയുന്നു. അവരുടെ മനസ്സിൽ വന്ന ആ പിശുക്ക് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ ശിക്ഷ ആ തോട്ടത്തിൽ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത് ഉണ്ടാകാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യജ്തമിഉ ശുഹ വൽ ഈമാനു ഫീ ഖൽബി അബ്ദിൻ അബദാ. ഒരടിമയുടെ മനസ്സിൽ ഈമാനും പിശുക്കും ഒരുമിച്ച് വരികയില്ല. എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ, ഒരാളുടെ മനസ്സിൽ പിശുക്ക് വന്നാൽ അവന് ഈമാൻ ഇല്ല എന്നവൻ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ മനസ്സിൽ പിശുക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈമാനിന്റെ ദൗർബല്യതയുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? ആരെങ്കിലും തന്റെ മനസ്സിനെ പിശുക്കിൽ നിന്ന് മോചിപ്പിച്ചാൽ പ്രിയപ്പെട്ടവരെ അല്ലാഹു പറയാണ്, അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ഒന്നാമതായി മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിധേയനായി പോകുന്ന പിശുക്ക് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താണെന്നറിയോ? മനുഷ്യനെ നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിധേയനായി പോകുന്ന അവന്റെ ഇച്ഛ എന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു കാര്യമായി കൊണ്ടാണ് സ്വന്തം ഇച്ഛയെ പിൻപറ്റുക എന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ തീരുമാനം, അതേ വിഷയത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. നമ്മൾ വിചാരിക്കാണ് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് എന്റെ ഇഷ്ടം പോലെ, എന്റെ ജോലിക്കനുസരിച്ച്, എന്റെ സ്റ്റാറ്റസിനനുസരിച്ച്, എന്റെ സന്ദർഭങ്ങൾക്കനുസരിച്ച് എനിക്ക് പോകാൻ കഴിയുള്ളൂ എന്നൊരു മനുഷ്യന് തോന്നിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതാണ് സ്വന്തം ഇച്ഛയെ പിൻപറ്റുക എന്ന് പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻഫാലിന്റെ 24-ാമത്തെ ആയത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വറസൂൽ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ ഉത്തരം നൽകുവിൻ. നിങ്ങൾ അല്ലാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ ഉത്തരം നൽകുവിൻ. എങ്ങനെ? ഇദാ ദഹാകും ലിമാ യുഹീകും, നിങ്ങൾക്ക് ജീവൻ തരുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ, അഥവാ നല്ല നല്ല കാര്യത്തിലേക്ക് അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണിച്ചതിലേക്ക് നിങ്ങൾ പോകണേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങള്
എന്താണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ പറഞ്ഞാൽ, നാളെ പരലോകത്ത് രക്ഷ നേടുന്ന കാര്യങ്ങളിലേക്ക്, നമ്മുടെ ഖബർ ജീവിതത്തിലെ രക്ഷയ്ക്ക് വേണ്ടി, നാളെ റബ്ബിന്റെ അടുക്കൽ രക്ഷ ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു വിഷയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിലേക്ക് നിങ്ങൾ ചെല്ലണമെന്നാണ്. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നില്ല? അല്ലാഹുവിനും അവരുടെ റസൂലിനും ഉത്തരം കൊടുക്കുന്നില്ല. അവരെ കുറിച്ച് സൂറത്തു ഖസ്റിന്റെ 50-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചിരിക്കുകയാണ്, ഫഇല്ലം യസ്തജീബൂ ലക്, ഇനി അവർ അല്ലാഹുവിനും റസൂലിനും അവർ ഉത്തരം കൊടുക്കുന്നില്ല എങ്കിൽ ഫഅലം അന്നമാ യത്തബിഊന ഹുവാഅഹും, നീ മനസ്സിലാക്കണം, അവർ എല്ലാറ്റിനും വലുതായി കൊണ്ടവർ കാണുന്നത് അവരുടെ സ്വന്തം ഇച്ഛയാകുന്നു. പുരുഷന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പുരുഷന്മാരെ, നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ വസ്ത്രം നിങ്ങൾ നെരിയാണിക്ക് താഴെ ഇറക്കിയിടാൻ പാടില്ല, ഹദീസിലൂടെ പഠിപ്പിച്ചു. പക്ഷെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യില്ല? അതിന് കഴിയണില്ല. ഓൻ പറയാണ്, ഇക്ക് അങ്ങനെ നടന്നാലോ റാഹത്താവുള്ളൂ. അവൻ സ്വന്തം ഇച്ഛക്ക് പ്രാധാന്യം കൊടുത്തവനാണ്. സ്ത്രീകളോട് പറഞ്ഞു, സ്ത്രീകളെ, നിങ്ങൾ നിങ്ങളുടെ ഔറത്തിനെ നിങ്ങൾ പൂർണ്ണമായി നിങ്ങൾ മറച്ചു നടക്കണം. കൊഞ്ചിക്കുഴഞ്ഞ് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അന്യ പുരുഷന്മാരുമായി കൊണ്ട് ഇടപഴകുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ നിങ്ങൾ കൃത്യമായി കൊണ്ട് നിങ്ങൾ പാലിക്കണം. അന്യ സ്വരത്തിൽ അവരോട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഇതൊന്നും ഒരു സഹോദരിക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവൾ അവളുടെ സ്വന്തം ഇച്ഛക്ക് പ്രാധാന്യം കൊടുത്തവളാണ്. പ്രിയപ്പെട്ടവരെ, അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയട്ടോ, വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ നേർമാർഗ്ഗമില്ലാതെ, റബ്ബിൽ നിന്നുള്ള പ്രമാണമില്ലാതെ സ്വന്തം ഇച്ഛയെ പിൻപറ്റുന്നവനേക്കാൾ വഴിപിഴച്ചവൻ പിന്നെ ആരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്വന്തം ഇച്ഛയെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളത് നമ്മളെ നശിപ്പിക്കുന്ന കാര്യമാണ്, നമുക്കുണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യം പറഞ്ഞെന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? വഇജാബുൽ മർഇ ബിനഫ്സിഹി എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് തോന്നുകയാണ് ഞാൻ എല്ലാറ്റിലും തികഞ്ഞവനാണ് എന്ന്, എല്ലാറ്റിലും മുമ്പിൽ ഞാനാണ്. അറിവിന്റെ വിഷയത്തിൽ, സമ്പത്തിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ മക്കളുടെ അഭിവൃദ്ധിയിൽ എല്ലാറ്റിനും വലുത് ഞാനാണ് എന്നുള്ള ഒരു മനസ്സ് ഒരു മനുഷ്യന് തോന്നുകയാണ്. അത് അവന്റെ നാശം എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് എന്താ പ്രിയപ്പെട്ടവരെ? ഒരു ലോലമായ മനസ്സാണ് ഉണ്ടാകേണ്ടത്, അല്ലേ? എല്ലാവരോടും ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ, കാണുമ്പോൾ സലാം പറഞ്ഞ് വിശേഷങ്ങൾ ചോദിക്കാൻ, ഒന്ന് കൈ പിടിച്ച് മുസാഫിർ നടത്തി സലാം പറയാൻ, എന്തൊക്കെയുണ്ട് സഹോദരാ നിന്റെ വിശേഷങ്ങൾ എന്ന് ചോദിക്കാൻ, ആ ഒരു മനസ്സാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാകേണ്ടത്. എന്നാൽ പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവാറുള്ളത് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അന ഖൈറൻ മിൻഹു, ഞാൻ അവനേക്കാൾ നല്ലവനാണ്, ഞാൻ എല്ലാ കാര്യത്തിലും അവനേക്കാൾ ഏറ്റവും മുൻപന്തിയിലാണ് എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരു ദുഷിച്ച സ്വഭാവം ഇതിന്റെ കൂടെ വരും. അതാണ് കിബർ, അഹങ്കാരം എന്നുള്ളത്, അല്ലേ? അഹങ്കരിക്കാനുള്ള അവകാശം ആർക്കാ പ്രിയപ്പെട്ടവര്? ആർക്കാണ് അതിന്റെ അവകാശമുള്ളത്? അല്ലാഹുക്ക് മാത്രമാണ്, അല്ലേ? അഹങ്കരിക്കാനുള്ള അവകാശം റബ്ബിന് മാത്രമാണ്. നോക്കിയേ നിങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അഹങ്കാരത്തിന് കൃത്യമായി കൊണ്ടുള്ള ഡെഫിനിഷൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സത്യത്തെ തള്ളിക്കളയലും ജനങ്ങളെ നിസ്സാരമാക്കലുമാണ് അഹങ്കാരം. നമ്മളിങ്ങനെ നടക്കുക, അല്ലെ? ആരും എന്ത് ചെയ്യില്ല, നടക്കുന്ന സന്ദർഭത്തിൽ പറയലില്ല ഞാൻ വലിയ അഹങ്കരിക്കുന്ന ആളാണെന്നുണ്ടോ? ആരെങ്കിലും പറയലുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല. പക്ഷേ അവന്റെ പെരുമാറ്റത്തിൽ അത് പ്രകടമാകും. ഞാൻ എന്തോ ഒരു സംഭവം, ഞാൻ വലിയ ആലിമാണ്, ഞാൻ വലിയ സമ്പന്നനാണ്, ഞാൻ വലിയ സൗന്ദര്യവാനാണ് എന്ന് കരുതി ജനങ്ങളെ നിസ്സാരമാക്കിയിട്ട് അഹങ്കാരത്തോടു കൂടി നടന്നാൽ പടച്ച റബ്ബിന്റെ വല്ലാത്ത ശിക്ഷയ്ക്ക് നാളെ നമ്മൾ വിധേയരാകേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ
ഖാറൂനിന്റെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. എന്താണെന്നറിയോ? ഇപ്പൊ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ പോയിട്ട് തഫ്സീർ എടുത്ത് വായിക്കേണ്ട ചരിത്രങ്ങളാണ്. സൂറത്തു ഖലമിലെ തോട്ടക്കാരന്റെ കഥ, അതുപോലെ തന്നെ സൂറത്തു ഖസസിൽ ഖാറൂനിന്റെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരാണ് ഖാറൂൻ? ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊണ്ട് അഭിവൃദ്ധി നൽകിയ വ്യക്തിയായിരുന്നു ഖാറൂൻ. സമ്പത്ത് കൊണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ, സമ്പത്ത് കൂട്ടിവെച്ച റൂമുകളുടെ താക്കോൽ വഹിക്കാൻ പോലും അതിനു പോലും ആളുകൾ വേണ്ടി വന്നു. അത്രത്തോളം പടച്ചറബ് അദ്ദേഹത്തിന് കൊടുക്കുന്നതാണ്. പക്ഷേ ഖാറൂന് ചില ദിവസങ്ങളിൽ അവനവന്റെ സമ്പത്തൊക്കെ ആയിട്ട് ചരിത്രത്തിൽ കാണാൻ, സമ്പത്തൊക്കെ ആയിട്ട് നാട്ടിൽ കൂടെ അങ്ങനെ നടക്കുന്നതാണ് ആളുകളൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത്ര ഉള്ളവനാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾ അത് പറയലാണ്, അല്ലെ? എനിക്ക് ഇത്ര മുതലുണ്ട്, എനിക്ക് ഇത്രത്തോളം വരുമാനമുണ്ട്. അങ്ങനെ ആളുകൾക്കിടയിൽ എന്തോ ഒരു സംഭവമായിട്ട് സംസാരിക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ അറിയോ? ഒരു വിനയമുള്ള മനസ്സാണ്. പഠിച്ചവനക്ക് അള്ള സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിനോട് ഞാൻ മറുപടി പറയണല്ലോ, പഠിച്ചവൻ ഇത് എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചെലവഴിച്ചു, ആ ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖാറൂന് കൊടുത്ത സമ്പത്ത് കൊണ്ട് അവൻ അഹങ്കരിക്കുകയാണ്. അങ്ങനെ അഹങ്കാരത്തോടുകൂടി അവൻ ഇങ്ങനെ നടക്കുമ്പോ ഖാറൂനോട് ജനങ്ങൾ പറയുകയാണ്, ഖാറൂനെ, നിനക്ക് അല്ലാഹു തന്നതിലൂടെ നീ പരലോകത്തെ ആഗ്രഹിക്ക്, ആ സമ്പത്തിലൂടെ നീ സ്വർഗ്ഗത്തെ നേടാൻ ശ്രമിക്കുക. ഖാറൂനെ, വലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിലെ വിഹിതം നീ എടുത്തോ, അതൊന്നും നീ കളയണ്ട. പക്ഷേ ആ ദുനിയാവിലെ വിഹിതം നീ എടുത്തോ, പക്ഷെ നീ പരലോകത്തെ ആഗ്രഹിക്ക്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, നീ നന്മ ചെയ്യ്, അല്ലാഹു നിനക്ക് നന്മ തന്നതുപോലെ നീ നന്മ ചെയ്യ്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, നീ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കല്ലേ. ഖാറൂനെ, സമ്പത്തുണ്ട്, പണമുണ്ട്, സ്വാധീനമുണ്ട് എന്ന് കരുതി നീ ധിക്കാരത്തോടുകൂടി നീ ഒരിക്കലും ധിക്കാരം ചെയ്യല്ലേ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ, ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ, ഫിത്നകൾ ഉണ്ടാക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഖാറൂനെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ ഉപദേശങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഖാറൂന്റെ മറുപടി എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, ഇതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും ഞാൻ എന്താണ് ഉണ്ടാക്കിയതാണ് എന്നുള്ള ആ ഒരു രൂപത്തിൽ അവൻ പറഞ്ഞു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും അവന്റെ സമ്പത്തിനെയും ദുനിയാവിലേക്ക് പടച്ചറബുകളുടെ ആഴ്ത്തിക്കളഞ്ഞു. നമുക്ക് ഒരുപാട് പാഠങ്ങളാണ് പ്രിയപ്പെട്ടവരിൽ നിന്ന് പഠിക്കാൻ. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അവനേക്കാൾ നല്ലവനാണ്, എന്നേക്കാൾ ഒരു നല്ലവൻ ഇനിയില്ല, എന്നേക്കാൾ ഒരു ആലിം ഇനിയില്ല, ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു മനസ്സല്ല നമുക്ക് വരേണ്ടത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഞാൻ ഒരു ഇൽമും നേടിയിട്ടില്ല, എൻ്റെ റബ്ബിൽ നിന്ന് ഇനിയും ഞാൻ പഠിക്കാനുണ്ട്, ഒരുപാട് ഇൽമ് ഇനിയും ഞാൻ നേടാനുണ്ട്, എന്റെ സമ്പത്തിൽ നിന്ന് ഞാനൊന്നും റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചിട്ടില്ല, ഇനിയും എനിക്ക് വിനിയോഗിക്കുവാനുണ്ട് എന്നുള്ള ഒരു നല്ല ഒരു വിനയത്തിന്റെ സ്വഭാവമാണ് അല്ലാഹുവിന്റെ പരമകാരുണ്യന്റെ അടിമകള് ഭൂമിയിലൂടെ നടക്കുമ്പോ അവർ വിനയത്തോടു കൂടി നടക്കുമെന്നുള്ളതാണ്. ആ ഒരു രൂപത്തിലേക്ക് എത്താൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അപ്പൊ 3 കാര്യങ്ങളാണ് സലാസുൽ മുഹ്ലികാത്തുൻ, മനുഷ്യനെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങൾ. 1 പിശുക്കാണ്, 2 ഇച്ഛയെ പിൻപറ്റുക, 3 താൻ പോരിമ നടിക്കുക. ഇത് 3 മനുഷ്യരുടെ നാശം എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ജീവിതത്തിൽ ഒരു കൃത്യമായ ഒരു ഇടപെടൽ നടത്തുക, 3 കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി വിട പറയുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ എല്ലാ അധ്യാപനങ്ങളെയും അതിൻ്റെതായ മഹത്വത്തോടും ഫദ്ലോടും കൂടി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമാണ് യൗമുൽ ജുമുഅ. ഈ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകൾ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ പല തിരക്കുകളും പല കാരണങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾ അശ്രദ്ധയിലായി പോകുന്നത്. ഈ ദിവസത്തിന്റെ പ്രത്യേകത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമുക്ക് ഒരുപാട് വായിച്ചെടുക്കുവാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജുമുഅക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. എത്രയും പെട്ടെന്ന് നേരത്തെ നമുക്ക് ഒരുങ്ങാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നേരത്തെ ഒരുങ്ങി വളരെ കൃത്യമായ പ്ലാനോടുകൂടി നമ്മൾ കുളിച്ചൊരുങ്ങി നമ്മൾ ഇരിക്കണമെന്നല്ല. ആ കുളിക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പള്ളിയിലേക്ക് വരിക. നേരത്തെ പള്ളിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിലേക്ക് കയറി നമ്മൾ എന്ത് ചെയ്യണം? 2 റക്അത്ത് സുന്നത്തൊക്കെ നമസ്കരിച്ച്, ഇമാം ഖുതുബ നടത്തുകയാണെങ്കിൽ പോലും ആ നമസ്കാരം നമ്മൾ നിർവഹിച്ച് പെട്ടെന്ന് ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കണം. പിന്നെ നമ്മുടെ പണി എന്തായിരിക്കണം? ആ ഖുതുബ കൃത്യമായി കൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം എന്നുള്ളത്. ഏതാണ് പ്രിയപ്പെട്ടവരെ ആ സ്മരണ എന്നുള്ളത്? അതെ, അന്ന് പള്ളിയിൽ വെച്ച് നടക്കുന്ന ഖുതുബ എന്നുള്ളത് അല്ലേ? അങ്ങനെ പിന്നെ നമ്മൾ പള്ളിയിലേക്ക് എത്തി. എപ്പോഴാണ് നമ്മൾ എത്തേണ്ടത് പ്രിയപ്പെട്ടവരെ? പള്ളിയിലേക്ക് നമ്മൾ നേരത്തെ എത്തണം. ഖതീബ് മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പേ നമ്മൾ പള്ളിയിൽ ഹാജരാകണം അല്ലേ? മലക്കുകളുണ്ട് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വരുന്ന ആളുകളുടെ പേരുകൾ അവർ കൃത്യമായി രേഖപ്പെടുത്തും. പ്രിയപ്പെട്ടവർ, കൃത്യമായി അവർ രേഖപ്പെടുത്തും അല്ലേ? ഖതീബ് മിമ്പറിലേക്ക് കയറിയാൽ പിന്നെ അവരെ ആ കിതാബ് അടച്ചു വെച്ചുകൊണ്ട് പിന്നെ അവർക്കുള്ള ജോലി എന്താണ്? അവരെ ആ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കും എന്നുള്ളതാണ്. എത്ര പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വാരിക്കൂട്ടുവാനുള്ളത് അല്ലേ? ആ ഒരു സന്ദർഭത്തിൽ ഒരു അരമണിക്കൂർ, ഒരു 20, 25, 30 മിനിറ്റ് ക്ഷമയോടുകൂടി അതിന്റെ ഒരുക്കത്തോടുകൂടി നമ്മൾ പള്ളിയിൽ വന്ന് ആ ജുമുഅ കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും ആ ഒരു ഫദ്ല് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുകയാണ്. ഒരാഴ്ച മുതൽ തൊട്ടടുത്ത ആഴ്ച വരെയുള്ള ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബർക്കത്ത് നൽകുമെന്നുള്ളതാണ്. അത്രയേറെ പവിത്രതമുള്ള ഈ ഒരു ദിവസം ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോൾ കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല ഒന്നും പറയാൻ നമുക്ക് സാധ്യമല്ല. എത്രയോ ആളുകൾ ദൈനംദിനം ഓരോ മാരകമായി കൊണ്ടുള്ള രോഗങ്ങൾ കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും പരീക്ഷിക്കപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാലുകൾക്കോ ബുദ്ധിക്കോ ചെവിക്കോ കണ്ണിനോ ഒരു കേടും ഒരു പ്രയാസവും തരാത്ത നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തില് നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ പിന്നോട്ട് പോയാൽ പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് നമ്മൾ ഒറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ലേ? അതുകൊണ്ട് ജുമുഅയുടെ വിഷയത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ നമ്മളെല്ലാവരും ഗൗരവത്തോടു കൂടി കാണിക്കും. എത്രയോ ആളുകൾ നമ്മൾ ഖുതുബയുടെ അവസാനത്തിൽ വരുന്നു, പകുതിയിൽ വരുന്നു, പിന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് വരുന്നു. അതൊക്കെ നമ്മൾ മാറ്റണം. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഹുർമത്ത് നമ്മൾ പ്രത്യേകം കാണണം എന്ന് പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ഒരുങ്ങി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദിവസത്തിലെ എല്ലാ ഖൈറും ബറക്കത്തും പടച്ച റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ജുമുഅ കഴിഞ്ഞാലും പിന്നെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകവും കഴിഞ്ഞിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചാൽ പടച്ച റബ്ബ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞ സമയമാണ്. ആ സമയം ചില ഹദീസുകളിലൊക്കെ വന്നത് പിന്നെ
ബഅദൽ അസറിന് ശേഷം നിങ്ങളത് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞതോടുകൂടി എന്ത് ചെയ്തിട്ടില്ല, വെള്ളിയാഴ്ചയുടെ പോരിശ കഴിഞ്ഞിട്ടില്ല. ചില ഹദീസുകളിൽ കാണാം ഇമാം മിമ്പറിൽ കയറിയാൽ, പക്ഷെ ആ ഹദീസിന്റെ ഒക്കെ പരമ്പരയിൽ നമുക്ക് കാണാൻ കഴിയും, ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഖുത്ബ ശ്രവിക്കലാണ്, പിന്നെ നമ്മുടെ പ്രാർത്ഥനക്കല്ല. ഹദീസിന് അത്ര പ്രാബല്യം കണ്ടില്ല. എന്നാൽ അസറിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചകളിലും നമുക്ക് കിട്ടുന്ന ഓരോ തസ്കിയത്ത്, പ്രിയപ്പെട്ടവരെ, ഇത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കുമുള്ള ഒരു മരുന്നാണ്, ഒരു ചാർജാണ്. ഒരാഴ്ച വരെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കുവാൻ, നാളെ പരലോകത്ത് അമലുകളുടെ കൂമ്പാരങ്ങളുമായി വന്നെത്താനുള്ള വലിയ ഒരു ചാർജാണ് പ്രിയപ്പെട്ടവരെ ഇത്. അതുകൊണ്ട് ഈ ദിവസത്തിന്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇടപെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സഹോദരങ്ങൾ പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് അള്ളാഹുവിന്റെ പരീക്ഷണം എന്നോളം അവര് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ഓരോരുത്തരുടെ പേരും എടുത്ത് പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാൻ ചെയ്യുമാറാകണം. പടച്ചോനെ, നാളെ ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കുമാക്കുമ്പോൾ മുവഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ നാഥാ നീ ഞങ്ങളെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നീ ഇഖ്ലാസോടുകൂടി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണേ. പടച്ചോനെ, ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ അയൽവാസികൾ, കുടുംബക്കാർ, മിത്രങ്ങൾ എല്ലാവരുടെയും കബറിടം നാഥ നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പടച്ചോനെ നീ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുമാറാകണേ. ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും, ഞങ്ങളുടെ മക്കളിൽ നിന്നും, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ നീ ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, എല്ലാവിധ അപകട മരണങ്ങളിൽ നിന്നും അപകട രോഗങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.